അന്തേരി കരിങ്കല്ലത്താണ് എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഈ ചലഞ്ചിന് ഞാൻ ചലഞ്ച് ചെയ്യാൻ പോവാണ്. മണ്ണാർക്കാട്ടുകാരനായ ജംഷീർ മണ്ണാർക്കാടാണ്. ഇവരൊക്കെ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അന്തേരിയോട് പറയാണ്. ഇതുപോലൊരു ചലഞ്ച് കൊണ്ടുവന്ന ഫുട്ബോൾ ചലഞ്ച് എന്ന ടീമിനോട് ഒരു ബിഗ് സല്യൂട്ട് പറയാണ്. എന്തായാലും ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കണു. സോ അവരുടെ റൂൾസ് പ്രകാരം പാവങ്ങൾക്ക് ഈ കിറ്റ് കൊടുക്കേണ്ട സംഭവം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എടുക്കണില്ല. കേരളത്തിലുള്ള വ്ളോഗേഴ്സിന് ഇതുപോലെ വ്ളോഗേഴ്സിനെ ചലഞ്ച് കൊടുക്കുന്നത് ഒരു വെറൈറ്റി കൺസെപ്റ്റാണ്. കാരണം അത്രയും ആളുകളിലേക്ക് വീഡിയോ എത്തും എന്നുള്ളതിലാണ് ഈ ഫുട്ബോൾ ചലഞ്ച് ടീം ഇങ്ങനൊരു സെറ്റപ്പ് ഇറക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്ന് നമ്മുടെ കേരളത്തിലെ പാട്ടുകാരനായ ഹനാൻ ഷേഖും പിന്നെ നമ്മളെ ഷാലു കാസർഗോഡും പിന്നെ നമ്മളെ സൂപ്പർ വാവയും പിന്നെ ഷിയാസ് കരീമും, ഇത്രയും വലിയ സെലിബ്രിറ്റികൾക്ക് ഞാൻ ചലഞ്ച് കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇത് മെല്ലെ മെല്ലെ റൺ ചെയ്ത് പോണേക്കാൾ നല്ലതല്ലേ അവർ വീഡിയോ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കേരള ജനത കാണുന്നത്. കാരണം അത്രയും പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് ഈ കിറ്റ് എത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം. ഫുട്ബോൾ ചലഞ്ചിൻ്റെ ടാർഗറ്റ് തന്നെ 10 ലക്ഷം പാവങ്ങൾക്ക് കിറ്റ് എത്തുക എന്നുള്ളതാണ്. സോ ഇപ്പം ഞാൻ ചലഞ്ച് ചെയ്യണ സെലിബ്രിറ്റികൾക്ക് ഒരു കിറ്റല്ല, എത്ര കിറ്റ് വേണമെങ്കിലും ആവാം. ഇതിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്ളോഗേഴ്സിനെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളി. അവർ ആ കമൻറ്റ് കണ്ടിട്ട് ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. സോ നമുക്ക് നോക്കാം ഈ പറഞ്ഞ സെലിബ്രിറ്റികളൊക്കെ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളത്. അന്തേരിയെ സർപ്രൈസ് ആയിട്ടോ ഇതുപോലത്തെ ഒരു ചലഞ്ച് നമ്മളെ മെൻഷൻ ചെയ്ത് ഇട്ടതിൽ. ഓക്കെ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, ബൈ.